അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൈസീറുൽ കുബ്ര ബിശറഹി അജ്നാസിൽ കുബ്ര, ദർസ് 49. ആദ്യം മത്തിന് മാത്രം നോക്കുക. അജ്നാസുൽ കുബ്ര. വസ്സാനി ഇഫ്അൻ ലാ ബിസിയാദത്തിൽ ഹംസതി വന്നൂനി വൽ അലിഫി തസ്രീഫുഹു ഇസ്ലൻ ഖാ യസ്ലൻ ഖീ ഇസ്ലിൻ ഖാഅൻ ഫഹുവ മുസ്ലൻഖിൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, യാഇനെ കളഞ്ഞിട്ടുണ്ട്. മുസ്ലൻഖിയുൻ എന്ന് ഇപ്പോൾ പറയാൻ പാടില്ല. ഫഹുവ മുസ്ലൻഖിയുൻ എന്ന് പറയാൻ പാടില്ല. ഫഹുവ മുസ്ലൻഖിൻ. റഫ്അ് ആകുമ്പോഴും ജർറ് ആകുമ്പോഴും മുസ്ലൻഖിൻ എന്നാണ് പറയേണ്ടത്. ഫഹുവ, ഹുവ എന്നത് മുബ്തദ ആണ്, മുസ്ലൻഖിൻ എന്നത് ഖബർ ആണ്. മുസ്ലൻഖിൻ എന്ന ഖബറിന് റഫ്അ് ഉണ്ട്, യാഇനെ കളയൽ കൊണ്ടാണ് റഫ്അ്. അൽ അംറു മിൻഹു ഇസ്ലൻഖി ലിയസ്ലൻഖി വന്നഹിയു ലാ തസ്ലൻഖി ലാ യസ്ലൻഖി. വസ്സാനി രണ്ടാമത്തത് ഇഫ്അൻ ലാ. ഇഫ്അൻ ലാ എന്നാണ്. ബിസിയാദത്തിൽ ഹംസതി വന്നൂനി വൽ അലിഫി. ഹംസയെയും നൂനിനെയും അലിഫിനെയും വർദ്ധിപ്പിക്കൽ കൊണ്ട്. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ഇസ്ലൻഖാ എന്നതിൽ യാഇനെ വർദ്ധിപ്പിച്ചിട്ടില്ലേ? അലിഫിനെയും വർദ്ധിപ്പിക്കൽ കൊണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ അലിഫിനെ യാഇന്റെ രൂപത്തിൽ എഴുതുകയാണ്. അതിനാൽ യാഇനെയും വർദ്ധിപ്പിക്കൽ കൊണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. തസ്രീഫുഹു, ഇതിന്റെ തസ്രീഫ്. സ്വറഫ, അവൻ പദം സ്വർഫ് ചെയ്തു, അവൻ പദത്തിൽ മാറ്റം വരുത്തി. സ്വറഫ എന്നതിൻ്റെ മസ്ദറാണ് തസ്രീഫ് എന്നത് എന്ന് ഞാൻ കഴിഞ്ഞ സബക്കിൽ പറഞ്ഞല്ലോ. അതിനാൽ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. സ്വറഫൽ അൽഫാല, അവൻ പദ രൂപാന്തരങ്ങൾ കണ്ടെത്തി. തസ്രീഫ്, പദരൂപാന്തരങ്ങൾ കണ്ടെത്തൽ. പദരൂപാന്തരങ്ങൾ കണ്ടെത്തൽ. ഇസ്ലൻഖാ എന്ന ഫിഅലിന്റെ രൂപാന്തരങ്ങൾ കണ്ടെത്തണം. ഇസ്ലൻഖാ എന്ന ക്രിയയുടെ
രൂപാന്തരങ്ങൾ കണ്ടെത്തുക. യസ്ലൻഖി ഇസ്ലിൻഖാഅൻ മുസ്ലൻഖിൻ ഇസ്ലൻഖി ലിയസ്ലൻഖി ലാ തസ്ലൻഖി ലാ യസ്ലൻഖി എന്നിവയാണ് ഇസ്ലൻഖാ എന്ന ക്രിയയുടെ രൂപാന്തരങ്ങൾ. ഇസ്ലൻഖാ അവൻ മലർന്നു കിടന്നു. ഇനി യസ്ലൻഖി യസ്ലൻഖി അവൻ മലർന്നു കിടക്കുന്നു, അവൻ മലർന്നു കിടക്കും. ഇസ്ലിൻഖാഅൻ മലർന്നു കിടക്കൽ. മുസ്ലൻഖിൻ മലർന്നു കിടന്നവൻ, മലർന്നു കിടക്കുന്നവൻ. ഇസ്ലൻഖി നീ മലർന്നു കിടക്കുക. ലിയസ്ലൻഖി അവൻ മലർന്നു കിടക്കട്ടെ. ലാ തസ്ലൻഖി നീ മലർന്നു കിടക്കരുത്. ലാ യസ്ലൻഖി അവൻ മലർന്നു കിടക്കരുത്. ഇനി മത്നും ഷറഹും കൂടി നോക്കുക. ഷറഹ് തൈസീറുൽ കുബ്ര. വൽ വസ്നു സാനി മിൻഹു അതിൽ നിന്ന് രണ്ടാം വസ്ന്, അതിൽ നിന്ന് രണ്ടാം പദമാതൃക ഇഫ്അൻ ലാ എന്നാണ്. അതിന്റെ ഇടക്ക് ഷറഹ് തഖൂലു ഫീ ഫഅല ഫഅല എന്നതിൽ താങ്കൾ പറഞ്ഞോളൂ ഇഫ്അൻ ലാ എന്ന്. ഇഫ്അൻ ലാ യഫ്അൻ ലി ബിഫത്ഹിൽ ലാമി ഫിൽ മാളി വകസ്രിഹാ ഫിൽ മുളാരിഇ വബിസിയാദത്തിൽ ഹംസത്തിൽ മക്സൂറത്തി മക്സൂറത്തായ ഹംസയെ വർദ്ധിപ്പിക്കൽ കൊണ്ടും വന്നൂനി സാക്കിനത്തി ബഅദൽ ഐനി ഐനിന് ശേഷം സാക്കിനത്തായ നൂനിനെ വർദ്ധിപ്പിക്കൽ കൊണ്ടും വൽ അലിഫി അലിഫിനെയും വർദ്ധിപ്പിക്കൽ കൊണ്ട് തുക്തബു അത് എഴുതപ്പെടുന്നു, അലിഫ് എഴുതപ്പെടുന്നു. ഹുനാ ഇവിടെ, ബിസൂറത്തിൽ യാഇന്റെ രൂപത്തിൽ. ഇഫ്അൻ ലാ എന്ന് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? ഇഫ്അൻ ലാ എന്നതിൽ അലിഫ് യാഇന്റെ രൂപത്തിലാണ് എഴുതപ്പെട്ടത്. അതുപോലെ ഇസ്ലൻഖാ എന്ന് എഴുതിയത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇസ്ലൻഖാ എന്ന ഫിഇലിലെ വർദ്ധിപ്പിക്കപ്പെട്ട അലിഫ് യാഇന്റെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. തസ്രീഫുഹു കമാ തഖൂലു ഫീ നഹ്വി സലഖ സലഖ പോലുള്ളതിൽ താങ്കൾ പറയുന്നത് പോലെ ഇസ്ലൻഖാ എന്ന്. സലഖ യസ്ലുഖു സലഖൻ, സലഖ യസ്ലുഖു സൽഖൻ. സലഖ എന്നതിന്റെ മസ്ദർ സൽഖൻ എന്നാണോ സലഖൻ എന്നാണോ? സൽഖൻ എന്നും സലഖൻ എന്നും കാണുന്നുണ്ട്. സലഖ എന്ന ഫിഇലിന് അനേകം അർത്ഥങ്ങളുണ്ട്. സലഖ അവൻ വളയമിട്ടു, സലഖ അവൻ മലർത്തിക്കിടത്തി. ഈ അർത്ഥം ശ്രദ്ധിക്കണം. സലഖ അവൻ മലർത്തിക്കിടത്തി. ഇസ്ലൻഖാ
അവൻ മലർന്നു കിടന്നു. ഇവിടെ താരതമ്യം ചെയ്ത് പഠിക്കണം. ഫഅല വസിനിലുള്ള സലഖ എന്നതിൻ്റെ അർത്ഥം അവൻ മലർത്തിക്കിടത്തി എന്നാണ്. അവൻ മലർത്തിക്കിടത്തി എന്ന അർത്ഥം മാറ്റി അവൻ മലർന്നു കിടന്നു എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടി ഫഅല വസിനിലുള്ള സലഖ എന്ന ഫിഇലിൽ ഹംസ, നൂൻ, അലിഫ് എന്നിവയെ വർദ്ധിപ്പിച്ച് ഇഫ്അൻല വസിനിലുള്ള ഇസ്ലൻഖ എന്നാക്കി മാറ്റി. അപ്പോൾ ഇസ്ലൻഖ എന്നതിൻ്റെ അർത്ഥം അവൻ മലർന്നു കിടന്നു. ഒന്നുകൂടി പറയാം. സലഖ അവൻ മലർത്തിക്കിടത്തി, ഇസ്ലൻഖ അവൻ മലർന്നു കിടന്നു. ഇനി ഓരോന്നും നിങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുകയില്ലേ? അങ്ങനെ താരതമ്യം ചെയ്ത് പഠിക്കണം. ഇനി ശറഹുള്ള ഭാഗം മാത്രം വായിച്ചാൽ മതിയല്ലോ. അൽ അംറു ലിൽ ഹാദിരി മിൻഹു ഇസ്ലൻഖി. വൽ ഗായിബ് മിൻഹു ലിയസ്ലൻഖി. അലാമത്തു ജസ്മിഹി. ഇതിലെ ജസ്മിന്റെ അടയാളം ബിഹദ്ഫി ആഖിരിഹി. ഇതിന്റെ അവസാനത്തെ കളയൽ കൊണ്ടാണ്. ലിയസ്ലൻഖി എന്നതിന്റെ ശറഹിൽ ഇങ്ങനെ എഴുതാനുള്ള കാരണം ലാമുൽ അംരി, അംറിന്റെ ലാമ്, ലിയസ്ലൻഖി എന്നതിലുള്ള ലാമ് അംറിന്റെ ലാമാണല്ലോ. ആ അംറിന്റെ ലാമ് ജാസിമാണ്. അപ്പോൾ അത് മുളാരി ആയ ഫിഇലിന് ജസ്മ് കൊടുക്കും. അപ്പോൾ എവിടെയാണ് ജസ്മ് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇവിടെ ജസ്മ് കൊടുത്തിട്ടുണ്ട്. ആ ജസ്മിന്റെ അടയാളം അവസാനത്തെ ഹർഫായ യാഇനെ കളയൽ കൊണ്ടാണ്. ജസ്മിന്റെ അടയാളം അവസാനത്തെ ഹർഫായ യാഇനെ കളയലാണ് ഇവിടെ. വന്നഹിയു ലിൽ ഹാദിരി മിൻഹു ലാ തസ്ലൻഖി. ഇവിടെയും യാഇനെ കളഞ്ഞു. വൽ ഗായിബു മിൻഹു ലാ യസ്ലൻഖി. ഇവിടെയും യാഇനെ കളഞ്ഞു. നെഹീന്റെ ലാ ജാസിമാണ്. നെഹീന്റെ ലാ ജസ്മ് കൊടുത്തിട്ടുണ്ട്. ലിയസ്ലൻഖി എന്നതിലെ ലാമ് ആമിലാണ്, ജാസിമാണ്. ലാ യസ്ലൻഖി എന്നതിലെ ലാമ് ആമിലാണ്, ജാസിമാണ്. വസ്നുൻ, സിനത്തുൻ, ഔസാനുൻ, സിനാത്തുൻ. സലഖ, ഇസ്ലൻഖ, സ്വറഫ, തസ്രീഫ്. തുടങ്ങിയവയുടെ അർത്ഥങ്ങൾ കൃത്യമായി പഠിക്കണം. ഓരോ ഫിഇലിൻ്റെയും ഓരോ ഇസ്മിൻ്റെയും ഓരോ ഹർഫിൻ്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കണം. ഹർഫിന് മറ്റൊരു കലിമത്തിന്റെ കൂടെ ചേരുമ്പോൾ
അർത്ഥമുണ്ടാകുമല്ലോ. ഒരു ഹർഫിന്റെ അർത്ഥം മാത്രം പറയുമ്പോൾ കാര്യം മനസ്സിലാവുകയില്ല. എന്നാൽ മറ്റുള്ളവയുടെ കൂടെ ചേരുമ്പോൾ ആ ഹർഫിന് എന്ത് അർത്ഥമാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാകുമല്ലോ. അങ്ങനെയുള്ള അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഓരോ ലഫ്ദിനെ കുറിച്ചും കൃത്യമായി പഠിക്കണം. ഓരോ കലിമത്തിൻ്റെയും വിശദാംശങ്ങൾ മനസ്സിലാക്കണം. ഈ അദ്ധ്യായത്തിൽ ഏതെല്ലാം കലിമത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അവയെക്കുറിച്ചെല്ലാം വിശദമായി അന്വേഷിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.